ഹലോ വ്യൂവേഴ്സ്, ഞാനിന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് നമുക്കൊരു ഈ തമിഴ്നാട്ടിലൊക്കെ മുള്ളങ്കി എന്ന് പറയും, നമ്മുടെ നാട്ടിലൊക്കെ റാഡിഷ്, അതിൻ്റെ മലയാളം ശരിക്കും അറിയത്തില്ല. അതുകൊണ്ട് ഒരു തോരനാട്ടോ ഞാൻ വെക്കുന്നത്. എല്ലാവരും എപ്പോഴും സാമ്പാറിലൊക്കെയാണ് അത് ഇടുക, പക്ഷേ ഇതൊന്ന് തോരൻ വെച്ച് നോക്കി ഒരു നല്ല ടേസ്റ്റാണ്. നമ്മൾ അതിലേക്ക് വേണ്ടുന്ന ഇൻഗ്രീഡിയൻസ് എല്ലാം ഞാൻ ചേർത്ത് നമ്മൾ സാധാരണ തോരൻ വെക്കുന്ന പോലെ തന്നെയാണ് ഞാനത് വെച്ചിരിക്കുന്നത്. പിന്നെ ഞാൻ 2 റാഡിഷ് എടുത്തിട്ട് നല്ലോണം അതിൻ്റെ തോലൊക്കെ എടുത്ത് കളഞ്ഞു കഴിഞ്ഞ ശേഷം കുറച്ച് ചെറുതായി കണ്ടിച്ചിട്ട് നമ്മുടെ ഈ കട്ടിങ് മെഷീനിലേക്ക് ഞാൻ ഇട്ടിട്ട് അത് തീരെ തോരൻ്റെ സൈസിലേക്ക് ഞാനത് കട്ട് ചെയ്തെടുക്കുവാണ് കേട്ടോ. റാഡിഷ്, വൈറ്റ് റാഡിഷ്, അത് നമ്മുടെ ശരീരത്തിന് നല്ല ഗുണം ചെയ്യുന്ന നല്ലൊരു മെഡിസിൻ കൂടെയാണ് ഈ ഒരു വെജിറ്റബിൾ. അതുകൊണ്ട് ഇത് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇത് കഴിക്കുന്നത് വളരെ നല്ലതാണ് കേട്ടോ, നമ്മൾ ഈ റാഡിഷ് നമ്മൾ കഴിക്കുന്നത്. അതുകൊണ്ട് ഇതൊന്നും എല്ലാവരും ഒന്ന് വാങ്ങിച്ചൊന്ന് ഇങ്ങനെ തോരൻ വെച്ച് ഒന്ന് നോക്കുക കേട്ടോ, കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടുണ്ടാവും. അതിൽ നിന്നെല്ലാം ഞാനത് തോരൻ്റെ സൈസിലൊക്കെ എല്ലാം കട്ട് ചെയ്തെല്ലാം ഞാൻ എടുത്ത് വെച്ചു കേട്ടോ. കഴിഞ്ഞതിന് ശേഷം ഞാനൊരു പാൻ അടുപ്പത്തിലേക്ക് വെച്ചിട്ട് ഞാൻ വെളിച്ചെണ്ണയാട്ടോ ഒഴിച്ചിരിക്കുന്നത്, 1 ടേബിൾ സ്പൂൺ. അത് കഴിഞ്ഞ ശേഷം ഞാൻ കുറച്ച് കടുക് ഇട്ട് അതിലേക്ക് പിന്നെ കുറച്ച് ജീരകം എൻ്റെ അടുത്തേക്ക്. ആ ജീരകമൊക്കെ ഇട്ട് നമ്മളത് ഉണ്ടാക്കുന്ന സമയത്ത് നല്ലൊരു ഫ്ലേവർ കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ജീരകം ആഡ് ചെയ്തത്. നമ്മൾ മിക്സിയിലൊക്കെ ഇട്ട് ഒന്ന് ഒതുക്കിയെടുക്കും, പക്ഷേ അതിൻ്റെ ആവശ്യമൊന്നുമില്ല കേട്ടോ. നമ്മൾ നേരിട്ട് തന്നെ എല്ലാം അങ്ങിട്ട് എടുത്താൽ മതി. ഞാൻ ഈ കടുക് പൊട്ടുന്നതുകൊണ്ടാണ് ഞാൻ ഈ പാത്രം ഇങ്ങനെ മൂടി വെച്ചിരിക്കുന്നത്. അത് നമ്മുടെ മേത്തോട്ടൊന്നും തെറിക്കൂലല്ലോ പിന്നെ കടുക്, അതിന് വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെ ചെയ്തത്. പിന്നെ ഞാനൊരു കുഞ്ഞ് ഗാർലിക്ക്, വെളുത്തുള്ളി എടുത്ത് അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു, അതാണ് കേട്ടോ ഞാൻ അതിട്ടിട്ട്. പിന്നെ ഞാനൊരു സവാള ചെറുതായിട്ട് അരിഞ്ഞതും, ഒരു കുഞ്ഞ് പീസ് ഇഞ്ചി അതും കൂടെ ഇട്ട്, പിന്നെ കരിവേപ്പില അതും കൂടെ ഇട്ടിട്ട് നല്ലോണം ഇളക്കിയെടുക്കണം. നല്ലോണം നമ്മൾ തോരനൊക്കെ വഴറ്റിയെടുക്കുക, അതേപോലെ വഴറ്റിയെടുത്താൽ മതി കേട്ടോ. പിന്നെ ഞാനൊരു 2 റെഡ് ചില്ലി ഇല്ലേ, അത് ഞാനത് കട്ട് ചെയ്ത് അതിൻ്റെ അകത്തേക്ക് ഇട്ടു. ഞാനിതിലേക്ക് പച്ചമുളക് ഞാൻ ഇടുന്നില്ല. പച്ചമുളക് ഇടുകയാണെങ്കിൽ നമുക്ക് വേറൊരു ടേസ്റ്റ് കിട്ടും. ഞാനിത് പച്ചമുളക് ഇടുന്നില്ല. അപ്പം ഞാൻ മഞ്ഞൾ പൊടിയാണ് 1/2 ടീസ്പൂൺ ഞാൻ ഇട്ടിരിക്കുന്നത്. കുറച്ച് സാധാരണ മുളക് പൊടി 1 ടീസ്പൂൺ, അതാണ് ഞാൻ അതിലേക്ക് ഇട്ടിരിക്കുന്നത്. നമുക്ക് ഈ ഒരു മുളക് വേണ്ട, പച്ചമുളകാണ്. പച്ചമുളക് ഇട്ടാൽ നമുക്ക് വേറൊരു ടേസ്റ്റ് കിട്ടും, മുളക് പൊടി ഇട്ടാൽ വേറൊരു ടേസ്റ്റ് കിട്ടും. അതിന് നമുക്ക് ഏത് വേണേലും ഇടാം കേട്ടോ. ഇപ്പം ഞാനിപ്പോൾ മുളക് പൊടി ഇട്ടുന്നേ ഉള്ളൂ. പിന്നെ ഉപ്പ് നമുക്ക് ആവശ്യത്തിന് ഉള്ള ഉപ്പ് ഞാൻ ഇട്ടിട്ടുണ്ട് കേട്ടോ. അത് നിങ്ങളുടെ ആവശ്യത്തിന് എത്രയെന്ന് വെച്ചാൽ അതങ്ങ് ഇട്ടോളൂ. പിന്നെ ഈ മസാല എല്ലാം കൂടെ കൂടിയിട്ടും നല്ലോണം ഒന്ന് കൂടി വരാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഒരു ശകലം വെള്ളമാണ് ഒഴിച്ചിരിക്കുന്നത്. അത് ഇതിലേക്ക് തന്നെ കറക്റ്റ് ആയിരിക്കും. പക്ഷേ നമ്മൾ റാഡിഷിന് നമുക്ക് വെള്ളം ഒഴിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അത് വെള്ളമൊക്കെ കുറച്ച് നന്നായിട്ട് വറ്റി വന്നു. പിന്നെ ഞാൻ റാഡിഷ് ഉണ്ടല്ലോ അരിഞ്ഞു വെച്ചിരുന്നത്, അത് ഞാൻ ഇതിൻ്റെ അകത്തേക്ക് ആഡ് ചെയ്യുകയാണ്. അതിൽ ഓൾറെഡി അതിൻ്റെ അകത്ത് വാട്ടർ കണ്ടൻറ്റ് ഉള്ളതുകൊണ്ട് നമ്മളതിനൊക്കെ കൂടുതൽ ഇനി വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല. ആ ഉള്ള ഇതിൽ തന്നെ നമ്മൾ വേവിച്ചെടുത്താൽ മതി, വെള്ളം ഒഴിക്കുകയേ വേണ്ട. ആ ഉള്ള ഇതിൽ തന്നെ നമ്മൾ നല്ലോണം അങ്ങ് വേവിച്ചെടുത്താൽ മതി. ഇത് വേഗം വെന്ത് കിട്ടും, അധികം നേരമൊന്നും ഇതിന് വേണ്ട തോരനായതുകൊണ്ട്. ഞാനിതിലേക്ക് ഒഴിച്ചിരിക്കുന്ന അത്ര മാത്രമേ ഉള്ളൂ കേട്ടോ, വേറെ വെള്ളം ആഡ് ചെയ്തിട്ടില്ല. ഓൾറെഡി ഇതിൽ നിന്ന് കുറച്ച് വെള്ളം ഇറങ്ങും. പിന്നെ ഞാനൊരു 3-4 ടേബിൾ സ്പൂൺ തേങ്ങ ചിരുകി വെച്ചിട്ടുണ്ടായിരുന്നു, അത് ഞാനിതിലേക്ക് ഞാൻ ആഡ് ചെയ്യുകയാണ്. തേങ്ങ ഇട്ടിട്ട് കുറച്ച് നേരം അത് മൂടി വെച്ചിട്ട് ഞാൻ വേവിച്ചെടുക്കുക കേട്ടോ. ഞാനത് സിമ്മിൽ വയ്ക്കും കേട്ടോ, ഞാൻ കൂട്ടി വയ്ക്കില്ല. സിമ്മിൽ വെച്ചിട്ടാണ് ഞാനത് മൂടി വെച്ച് ഒരു 2-3 നിമിഷം അതൊന്ന് വേവിച്ചെടുത്തു കഴിഞ്ഞ ശേഷം അത് മൂടി ഓപ്പൺ ചെയ്തിട്ട് ഞാൻ നല്ലോണം ഇളക്കിയെടുക്കുകയാണ്.
നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ ഈ ഒരു റാഡിഷ് തോരൻ. നിങ്ങളിതൊന്ന് വെച്ച് നോക്കും. നമ്മൾ സാധാരണ നമ്മൾ തോരനൊക്കെ വെക്കുന്ന പോലെ തന്നെ വെച്ചാൽ മതി കേട്ടോ. നിങ്ങൾക്ക് പച്ചമുളക് വേണമെങ്കിൽ പച്ചമുളക് തന്നെ ഇട്ടോളൂ. എൻ്റെ ചാനലിൽ ഒന്ന് എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ സപ്പോർട്ട് ചെയ്യണേ. ആ ലൈക്ക് ബട്ടൺ ഒന്ന് അമർത്തണം കേട്ടോ. ആ ബെൽ ബട്ടൺ അമർത്തി ഓൾ എന്നുള്ള ഓപ്ഷൻ കൊടുക്കുകയാണെങ്കിൽ ഞാൻ ഇടുന്ന എല്ലാ വീഡിയോൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കും. അതുകൊണ്ട് ദയവ് ചെയ്ത് എനിക്ക് വേണ്ടി ഒന്ന് സപ്പോർട്ട് ചെയ്ത് എന്നെ ഒന്ന് സഹായിക്കണേ. ഇതെല്ലാവരും ഒന്ന് കണ്ടു നോക്കിയിട്ടൊന്ന് ചെയ്ത് നോക്കും കേട്ടോ. വയറ്റിന് ഏറ്റവും നല്ല ഗുണമുള്ളതാണ് റാഡിഷ്. താങ്ക് യു വ്യൂവേഴ്സ്. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.